ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001901556. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിലെ തമിഴ് ഹിറ്റ്സ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഹാപ്പി ആയില്ലേ? ഞാനിയുടെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടോ? എന്തോ എന്നാ തമിഴിലോട്ട് ഇത് കുറച്ചായല്ലോ. നമ്മുടെ ആൻസറെ കുട്ടി എത്താണ്. ഒന്ന് പോയവിടുന്ന് കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരിക്കാം. അതെ അതെ, അവർ തമ്മിൽ ഡിസ്കഷൻസ് ആയിരിക്കും ഇനി. അപ്പോൾ ലെറ്റ്സ് വെൽക്കം ആൻസറെ കുട്ടി ഓൺ സ്റ്റേജ്. എന്റെ മോളെ ഒരു കണ്ടിട്ട് എനിക്ക് വയ്യ. ലേഖാന്റിനെ കൂടി ഫോട്ടോ എടുത്താ ഞാൻ കണ്ട് അടിപൊളി സ്റ്റൈലുണ്ട് കേട്ടാ. ഒന്ന് പോയേ. അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നാലും എന്നെ മറന്നു. അയ്യോ, ഞാൻ അങ്ങനെ ഒരിക്കലും മറക്കത്തില്ല. എത്ര എന്റെ ആൻസറെ കുട്ടി ഞാൻ മറക്കാനാ? ആഹാ, എന്റെ ചങ്കാണ്, ഞാൻ മറക്കുവോ? കൊള്ളാം. സന്തോഷായോ എംജിങ്ങളെ കണ്ടിട്ട്? ഈ വേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടാ ഒന്ന് തിരിഞ്ഞേടാ, എല്ലാ പിള്ളേരോടും തിരിയാൻ പറയണോ? കാരണം രസം അതും ഫുള്ള് കണ്ടാലേ നമുക്ക് രസിക്കാൻ പറ്റുള്ളൂ. അതെന്ത് തിളങ്ങുന്ന തലയിലും കഴുത്തിലും. എനിക്ക് തോന്നുന്നു ഈ തമിഴ് പാട്ട് അതുമായിട്ട് ചേർന്നിട്ടുള്ളൊരു പാട്ടാണ് അല്ലേ? തമിഴ് പാട്ടാണ്. ഏത് പാട്ടാ അത്? കുച്ചു കുച്ചി റക്കമ്മ. കുച്ചി കുച്ചി റക്കമ്മ. ബ്യൂട്ടിഫുൾ സോങ്, നല്ല സെലക്ഷൻ. ഡീറ്റെയിൽ അറിയാമല്ലോ അല്ലേ? മ്യൂസിക് A.R. റഹ്മാൻ സാർ, ലിറിക്സ് വൈരമുത്തു സാർ, ആൻഡ് സിംഗേഴ്സ് ഹരിഹരൻ സാർ ആൻഡ് സ്വർണലത ആൻറ്റി. പിന്നെ സിനിമയുടെ പേര് ബോംബെ, സിനിമയുടെ ഇയർ 1995. വെരി ഗുഡ്. അങ്ങനെ ഒരു ഭാരം ഇറക്കി വെച്ചു. ഇനി അടുത്ത പാട്ട്. ഞാനിപ്പോ ബോംബെ എന്ന് പറഞ്ഞില്ലേ, സിനിമയുടെ പേരോ? അല്ല, പിന്നെ ബോംബെയിലല്ലേ അതാണ് ആ സിനിമ. അത് കലക്കി കണക്ഷൻ. വെരി നൈസ്. അവിടെ എങ്ങനെയുണ്ട് ബോംബെയിലൊക്കെ? ഭയങ്കര ചൂടാ, മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇവിടെ തണുപ്പുള്ളപ്പോ ശരിയായോ? ഇപ്പൊ ഇവിടെ വന്നപ്പോ നല്ല സുഖം, മഴയൊക്കെ കൊണ്ട്. ഈ ജ്വല്ലറി ഒക്കെ കലക്കിട്ടോ. മാട്ടി ആകെ കൂടി ഇപ്പൊ ഒരു നല്ല ഫോക്ക് സിംഗറുമാരി ഉണ്ട്. പാദസരം കാലില്, കഴുത്തില് പാദസരം. അത് മാല ആണോ? തലയിലും പാദസരം. ശരി, അപ്പൊ മോള് പാട്. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുച്ചി കുച്ചി റക്കമാ പൊണ്ണു വീണു, കുടസാലി റക്കമാ പൊണ്ണു വീണു, സരിസനോ തുങ്കയില സമക്കുഴി കുവയില, കുറിച്ചി കുറിച്ചി റക്കമാ കുടസാലി റക്കമാ.
பொண்ணு தரமாட்ட சாதிசரும் உங்களையே தாமக்கூடி கூவலையே குச்சி குச்சி இருக்குமா അടിപൊളി 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 Thank you. സൂപ്പർ. ഡാൻസേഴ്സ് ബ്യൂട്ടിഫുൾ കോസ്റ്റ്യൂംസ് അതെ കോസ്റ്റ്യൂംസ് അടിപൊളി. കേട്ടോ നിങ്ങളുടെ. ആൻസർ കുട്ടി എന്തോ ആൻസർ കുട്ടി നന്നായിരുന്നു, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. പാട്ട് പണ്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു. കാരണം എപ്പോ നോക്കിയാലും ടി വിയിലാണെങ്കിലും റേഡിയോയിലാണെങ്കിലും എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണിത്. മോടെ സെലക്ഷനൊക്കെ കൊള്ളാം, മോള് പാടിയതും കൊള്ളാം. 2-3 സ്ഥലങ്ങളിലാണ് വിട്ടുപോയത്. ഈ മുയലക്ക് പനി പിടിക്കും. ആ പനി പിടിച്ചല്ലേ, അതെ ചെറിയ പനി പിടിച്ച അത് പാടിക്കാം മോളെ. കാട്ടുമുയലുക്ക് പനി പിടിക്കോ ഗാനക്കുയിലുക്ക് വീൽ പിടിക്കോ നെക്സ്റ്റ് ആണിവേருக்கு മൺ പിടിക്കും ഹേപ്പനക്ക് പിൻ പിടിക്കും ഹേപ്പനക്ക് പിൻ പിടിക്കൂ അപ്പടി തന്നെ അപ്പടി അതെന്തോന്നാ അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞതാ. ആ പിന്നെ ഒരു ചരണത്തിലൊരു ദീപമില്ലേ, ദീപമില്ലേ, ചിറക് നീങ്ങിനാൽ പറവയില്ലേ തിരിയെ നീങ്ങിനാൽ ദീപമില്ലേ ദീപമില്ലേ അവിടാണ് മോക്ക് പോകുന്നത്. രഗമഗരി. അപ്പൊ അത് കൃത്യമായിട്ട് വന്നാൽ ഒന്നുകൂടെ നന്നായിരിക്കും. പക്ഷെ ടോട്ടലി നല്ല രസം ഉണ്ടായിരുന്നു, ഡാൻസേഴ്സും കോറസും ഒക്കെ ആയിട്ട് കേട്ടോ. എന്തായാലും കലക്കി കൊലുസൊക്കെ ഇട്ട് വന്ന് നിന്ന് നല്ല ചെത്തി കൊച്ചു കള്ളി. കൊച്ചു കള്ളൻ എൽജിക്കുട്ടനെ കൊണ്ട് ഞാൻ എനിക്ക് നാണം വരുന്നു കേട്ടോ, എനിക്ക് വയ്യ പറയാനപ്പോ. ചക്കരക്കുട്ടി ആൻസറക്കുട്ടി എന്തോ നല്ല ആക്സെന്റ്. ഇത് ആരെയാ തമിഴ് പഠിപ്പിച്ചതെന്ന്? തമിഴ്. ആ ഇങ്ങനെ അതായത് പനി പിടിക്കും, ഗാനക്കുയിലേക്ക് വെയിൽ പിടിക്കും. അത് പിടിക്കും സാധാരണ നമ്മള് മലയാളി പിടിക്കും. അതെല്ലാം നല്ല പിടിക്കണതെല്ലാം പിടിക്കും. കറക്റ്റ് ആയിരുന്നു ആക്സെന്റ്. ആരെ മക്കളെ പഠിപ്പിച്ചെന്ന്? അവർക്ക് വലിയൊരു കൈയടി കേട്ടോ. അവര് നല്ല രസമായിട്ട് കറക്റ്റ് ഞാൻ പറയണത് ആ ആക്സെന്റ് ഭയങ്കരമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ മോനെ അല്ലും പകലുമേ നനയിന്താലും മോൾ എന്താ പാടിയത്? എന്താണ്? അല്ലും പകലുമേ നനയിന്താലും. ഓക്കെ ഞാൻ കേട്ടതിന്റെ കുഴപ്പ. എനിക്ക് കേട്ടത് വേറെ എന്തോ. കുഴപ്പമില്ല, പാവല്ലേ. അതെ സ്വട്ട. അയ്യോ 3 ജഡ്ജസും എന്റെ സ്വത്താണ്. നമ്മൾക്ക് ഇനി ഇതിപ്പോ എന്ത് വേണം? ഇനി വല്ലതും പറയണ്ട, ഞാൻ പറയണില്ല ഏട്ടാ. ഇപ്പൊ രണ്ടുപേർക്ക് നാണം വന്നു. ഇങ്ങനെയൊക്കെ ഡയലോഗ് പറയണെങ്കിൽ ഇനി ആന്റി എന്ത് പറയും? ഒന്നും പറയാനില്ല, ഞാൻ അങ്ങോട്ട് സൈലന്റ് ആയിപ്പോയി. അതെ സൈലന്റ് ആയിപ്പോയി. ഫുൾ എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ഇത്ര സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പറ്റില്ല. ഐ ലവ് യു എന്ന് ഒരു ഐ ലവ് യു എന്നെങ്കിലും പറ ചേച്ചി. ഐ ലവ് യു ഇൻഫിനിറ്റ്. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. ബിന്നി മാമും മധുവങ്കളും റിമി ആന്റി മാം അതെടുത്ത് പറഞ്ഞില്ലേ അന്നക്കുട്ടീന്ന് വിളിക്കാൻ. ആ മക്കളെ ഇനി അന്നക്കുട്ടി എന്ന് വിളിച്ചാ മതിന്ന്, ആൻസർ ആന്ന് വിളിക്കണ്ട കേട്ടോ ഗായത്രി. ഓക്കെ ഓക്കെ. ആ അന്നക്കുട്ടി നമ്മുടെ അന്നക്കുട്ടി. അന്നക്കുട്ടിയെ കുറിച്ച് പാടി മറക്കരുത്. ഇനിയോ ദേവി ഇത് ഒരിക്കലും മറക്കില്ല. ഗായത്രി പറഞ്ഞു. വീട്ടിൽ അങ്ങനെയാണോ വിളിക്കണേ? അതെ. നന്നായി പാടി, അസലായി പാടി. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞു, എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഓവറോൾ ഈ കോസ്റ്റ്യൂമും ആകെക്കൂടി ഒരു നേരെ തമിഴ്നാടിന്ന് ഒരു കുട്ടീനെ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന മാതിരിയുണ്ട്. ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ സിംഗിങ്ങില്, അതൊക്കെ തനി ഒരു കുഞ്ഞി തമിഴത്തി പാടണ മാതിരി ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇനി സംസാരിച്ചോളൂ കേട്ടോ. അതില്ലേ അയ്യാ ഇനി തോറ്റു. ആരെ കൊണ്ട്? ഗായത്രി ഉറങ്ങുന്ന. ഗായത്രി ഉറങ്ങുന്നേന്ന് ഉറങ്ങി. വേണമെങ്കിൽ എന്നെയും ഉറങ്ങിക്കോട. ഇനി അധികം സംസാരിപ്പിക്കാത്തതാണ് നമുക്ക് നല്ലത്. ചതിയായത് അതില്ലേ. അയ്യാ ഞാൻ 3ലേക്കായി. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. താങ്ക് യു. നല്ല മാർക്ക് കിട്ടിയോ? ഇച്ചിരിയൊക്കെ ഉദ്ദേശം എത്ര മാർക്ക് കിട്ടും? എനിക്ക് എപ്പോഴും പറയാനുള്ളത് 100. എനിക്ക് ആ മിസ്സിങ് പറഞ്ഞു. അങ്ങനെ മിസ്റ്റേക്ക് വരുമ്പോൾ എന്നെ കുട്ടി പറയൂ, 3 മിസ്റ്റേക്ക് വരുമ്പോ എത്ര ആയിരിക്കും? ഓരോ മാർക്ക് കുറയ്ക്കൂ.
അപ്പൊ എനിക്ക് എത്ര വരും? അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. 3 മിസ്റ്റേക്ക് വിട്ടു, 2 മിസ്റ്റേക്ക് ആക്കി. ഞാൻ സിബ് ചെയ്ത് വാ സിബ് ചെയ്തു അപ്പൊ തന്നെ. 98 ആണ് ആ എനിക്കറിയാം, ശരിക്കും 98 ആണ് അതിന്റെ ഒരു ന്യായമായിട്ടുള്ള മാർക്ക്. എനിക്കറിയാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം. പ്ലീസ് വേണം. ഇത്രയും പാട്ടുകളെ കൊച്ചു ഞാൻ കാണാതെ ഇത്ര പഠിച്ച നല്ല നേരം കൊഞ്ചിച്ചില്ലേ, ഞാൻ സൊട്ടെന്നൊക്കെ പറഞ്ഞില്ലേ? ഇത്ര നേരം കൊഞ്ചിച്ച് സ്വത്തൊന്നൊക്കെ പറഞ്ഞില്ലേ? നമ്മളെയൊക്കെ കൊഞ്ചിച്ച് സ്വത്തെന്നൊക്കെ പറഞ്ഞില്ലേ? അതുകൊണ്ടാ ഒരു മാർക്ക് ഒന്നുമല്ല, ഞങ്ങള് അത് നോക്കുന്നെന്ന് അങ്ങനെ പറഞ്ഞാൽ തരാൻ പറ്റുമോ? എനിക്കറിയാം. കൊഞ്ചിച്ചുകൊണ്ട് തരാൻ പറ്റില്ലല്ലോ, പാട്ടല്ലേ. 98 ആണ്. പക്ഷെ വരികളൊക്കെ കൃത്യമായിട്ട് ആക്സെന്റ് ഒക്കെ കറക്റ്റ് ആയിരുന്നു എന്ന് ബിന്നി പറഞ്ഞു. അപ്പൊ അത് നമ്മള് ഒന്ന് കൺസിഡർ ചെയ്യണ്ട. അതെ തീർച്ചയായിട്ടും ചേട്ടാ. ഒരു ന്യായമായിട്ടുള്ള കാര്യമല്ലേ? കാരണം ഒരു മലയാളി കുട്ടി ആക്സെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് പാടി, അതിനകത്ത് 2-3 മിസ്റ്റേക്ക് വന്ന് പോട്ടെ. അതെ. എങ്കിൽ ആക്സെന്റ് നന്നായത് കൊണ്ട് വി ആർ ഗിവിംഗ് യു 99 out of 100. Thank you. ആടി ഒരു ബോംബെ പൂക്കുറ്റി. ടാറ്റാ. ടാറ്റാ. உங்களையே நமக்குள்ளே உவளையே குச்சி குச்சி இறக்குமா வரமாட்ட. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.